ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മധുരം ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ലഡു ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മതി. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ റെഡിയാക്കുമ്പോൾ അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഡ്രൈ ചെയ്യാനായിട്ട്. എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ചെറിയ തീയിലിടണമെന്ന് പ്രത്യേകം പറയാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 4 പീസ് ബ്രെഡാണ് എടുക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ അതേ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, നമ്മൾ ആ തേങ്ങ കളയുന്ന അതേ കപ്പിൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ഗ്രാമ്പു ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. ഒരുപാടായിട്ട് എൻ്റെ സ്മെല്ലും ഫ്ലേവറൊന്നും വരണ്ട. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയുടെ കളറൊന്നും മാറാനും പാടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ പൊടി അത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. തിളപ്പിച്ചിട്ടൊന്നുമില്ല, ചൂടില്ലാത്ത സാധാ നോർമൽ പാലാണ്. 2 ടേബിൾ സ്പൂണാണ് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള അളവ്. കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അതും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുകയാണ്. കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ പീനട്ട്സ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറിയ ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാം. ഇനി കയ്യിൽ നെയ്യോ ബട്ടർ തേക്കണമെങ്കിൽ തേക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ, നമ്മുടെ സാധാ വെളിച്ചെണ്ണ ആണ് തേക്കുന്നത്. അതിൻ്റെ സ്മെല്ലോ ഫ്ലേവറോ ഒന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ, അറിയേയില്ല. ചെറുതായിട്ട് കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോർമൽ സൈസിലുള്ള അളവിൽ നമുക്ക് ഒരു 11 ലഡു ആണ് കിട്ടുന്നത്. അവിടെ ഈ ഒരു നോർമലായിട്ടുള്ള ഒരു ബോൾസിൻ്റെ അളവിൽ 11 ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കാണുന്ന പോലെ തന്നെ നല്ല ജ്യൂസിയാണ്. നമുക്ക് എന്താ പറയുക, കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ഒരു കൊതി തോന്നുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ്. കണ്ടോ, ലഡു നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴേ അറിയാം നല്ല ജ്യൂസിയാണ് ഉള്ളിലൊക്കെ. കണ്ടോ, നമ്മളന്ന് പ്രത്യേകിച്ച് മിൽക്ക് മെയ്ഡോ മിൽക്ക് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.